ദൃശ്യം 3 സിനിമയിലെ സംവിധായകൻ ഉൾപ്പെടെ മുഴുവൻ അണിയറ പ്രവർത്തകർക്കുമെതിരെ പരാതിയുമായി കുഞ്ചിത്തണ്ണി സ്വദേശി രാജീവ്. സിനിമയിലെ നായകൻ ഉപയോഗിച്ച വാഹനത്തിന്റെ നമ്പർ തന്റെ വാഹനത്തിന്റെ നമ്പറാണെന്നും തന്റെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് വാഹനത്തിന്റെ നമ്പർ ഉപയോഗിച്ചതെന്നുമാണ് പരാതി. സിനിമയിൽ വാഹനത്തിന്റെ നമ്പർ കാണിക്കുന്ന ഭാഗം കട്ട് ചെയ്ത് നീക്കണമെന്നാണ് പരാതിക്കാരന്റെ ആവശ്യം. ഇടുക്കി കുഞ്ചിത്തണ്ണി സ്വദേശി രാജീവാണ് ജിത്തു ജോസഫിനും ആന്റണി പെരുമ്പാവൂരിനും മോഹൻലാലിനുമെതിരെ പരാതി നൽകിയത്. തന്റെ വാഹന നമ്പർ ചിത്രത്തിൽ ഉപയോഗിച്ചത് ബുദ്ധിമുട്ടുണ്ടാക്കി എന്ന് മൂന്നാർ ഡിവൈഎസ്പിക്ക് നൽകിയ പരാതിയിൽ രാജീവ് പറയുന്നു. ആ ഭാഗം സിനിമയിൽ നിന്ന് നീക്കം ചെയ്യണമെന്നും പരാതിയിൽ പറയുന്നുണ്ട്. കൂടാതെ പരസ്യമായി മാപ്പ് പറയണമെന്നും പരാതിയിൽ ആവശ്യമുന്നയിച്ചിട്ടുണ്ട്. ഇറങ്ങിയപ്പോൾ അതിനകത്ത് മോഹൻലാൽ ഉപയോഗിക്കുന്ന എഞ്ചിൻ എൻ്റെ വണ്ടിയുടെ സെയിം സീരിയൽ നമ്പർ വെച്ച് ഈ KL 69 27 നമ്പർ വെച്ച് അവർ ഉപയോഗിച്ചു. മിനിമം ഒരു വർഷം ഉപയോഗിച്ചിട്ടില്ല ഷൂട്ടിങ്ങായിട്ടാണ്. അപ്പം അന്ന് വണ്ടി എന്തെങ്കിലും ആക്സിഡൻ്റ് ആവുകയോ ചെയ്യുമ്പോഴേക്കും എൻ്റെ പേര് സ്വാഭാവികമായിട്ടും കേസുണ്ട്. അങ്ങനെ സെയിം അതുപോലെ തന്നെ വ്യാജമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എൻ്റെ പെർമിഷനോടുകൂടി ഒന്നും ചെയ്തതല്ല. ക്രിസ്ത്യൻ സിനിമയ്ക്കകത്തുനിന്ന് ഭാഗങ്ങൾ കട്ട് ചെയ്ത് പരാതി മൂന്നാർ ഡിവൈഎസ്പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ചാർജ് ഷീറ്റ് കിട്ടുന്ന മോഹൻലാലിന്റെ പിറന്നാൾ ദിനമായ മെയ് 21 ദൃശ്യം 3 തിയേറ്ററുകളിലേക്ക് എത്തിയത്. ആദ്യ ആഴ്ചയിൽ തന്നെ സിനിമ 200 കോടി കടന്നിരുന്നു. എമ്പുരാൻ, തുടരും ചിത്രങ്ങൾക്ക് പുറമെ 200 കോടി ക്ലബിൽ ഇടം പിടിച്ച സിനിമ കൂടിയാണിത്. മലയാള സിനിമയിലെ ഏറ്റവും ഉയർന്ന കളക്ഷൻ റെക്കോർഡുകളിലേക്ക് കുതിക്കുന്ന ദൃശ്യം 3 ഈ മാസം 18 OTT-യിലെത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.